കേരള വികസനത്തിന്റെ നട്ടെല്ലൊടിക്കാൻ പ്രതികാര രാഷ്ട്രീയത്തിന്റെ കോടാലിക്കൈയുമായി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് നിയുക്ത UDF ഭരണകൂടവും അതിന്റെ അമരക്കാരൻ VD സതീശനും. പിണറായി സർക്കാർ ജനങ്ങൾക്കായി വിഭാവനം ചെയ്ത കേരയിൽ, കിഫ്ബി, ലൈഫ് മിഷൻ, കെ-ഫോൺ, തുരങ്കപാത തുടങ്ങിയ സ്വപ്ന പദ്ധതികളെല്ലാം അധികാരമേറ്റയുടൻ വെട്ടിനിരത്തുമെന്ന പ്രഖ്യാപനം വെറുമൊരു ഇടതുപക്ഷ വിരോധം മാത്രമല്ല. അതിനു പിന്നിൽ കൃത്യമായ കമ്മീഷൻ താൽപര്യങ്ങളുടെ കറുത്ത അജണ്ടയുമുണ്ട്. വികസനം മുടക്കാൻ സതീശൻ കാണിക്കുന്ന ഈ അമിതാവേശം നാടിനോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല, മറിച്ച് മുൻ സർക്കാർ ഉണ്ടാക്കിയ അഴിമതിരഹിത കരാറുകൾ നിലനിൽക്കുന്നിടത്തോളം കാലം സ്വന്തം കീശ വീർപ്പിക്കാൻ കഴിയില്ലെന്ന കുബുദ്ധിയുടെ റിഫ്ലക്ഷനാണ്. ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് നിങ്ങളുമായി ഷെയർ ചെയ്യാം, ബാക്കി ശേഷം പറയാം. കേരയിൽ നിർത്തലാക്കും, കിഫ്ബി പിരിച്ചുവിടും, ലൈഫ് മിഷൻ നിർത്തലാക്കും, കെ-ഫോൺ നശിപ്പിക്കും, തുരങ്കപാത നിർത്തലാക്കും. അധികാരത്തിൽ വന്ന വടശ്ശേരി ദാമോദര മേനോന്റെ മോൻ നടപ്പിലാക്കാൻ പോകുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. കേവലം ഇടതുപക്ഷ പദ്ധതികൾ എന്ന ഒറ്റ കാരണം കൊണ്ടാണോ ഈ പദ്ധതികൾ സതീശൻ ഉപേക്ഷിക്കുന്നത്? അല്ല എന്നതാണ് സത്യം. അവിടെയാണ് വടശ്ശേരി ദാമോദര മേനോന്റെ മോന്റെ കാഞ്ഞ ബുദ്ധി പ്രവർത്തിക്കുന്നത്. പറഞ്ഞു തരാം. മേൽപ്പറഞ്ഞ പദ്ധതികളെല്ലാം തന്നെ പണി പാതി വഴിയിൽ എത്തി നിൽക്കുന്നതോ പിണറായി സർക്കാർ എഗ്രിമെന്റ് ചെയ്തതോ ആയ പദ്ധതികളാണ്. ഈ പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോയാൽ മുൻ സർക്കാർ ചെയ്തു വെച്ച അഴിമതിരഹിതമായ എഗ്രിമെന്റും അതിലെ നിബന്ധനകളും കാരണം സതീശനും കൂട്ടുകാർക്കും കമ്മീഷൻ അടിക്കാൻ കഴിയില്ല, കൈയിട്ട് വാരാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ മേൽപ്പറഞ്ഞ പദ്ധതികളെല്ലാം ഇടതുപക്ഷ വിരോധം പറഞ്ഞു നിർത്തുകയാണ് ലക്ഷ്യം. അതിന് സ്വാഭാവികമായ വലതുപക്ഷ കയ്യടിയും കിട്ടും. അതിനുശേഷമാണ് മേനോന്റെ മോന്റെ കളി. മേൽപ്പറഞ്ഞ പദ്ധതികൾക്കെല്ലാം പകരമായി പുതിയ പദ്ധതികൾ സതീശൻ കൊണ്ടുവരും. അങ്ങനെ അതിൽ കമ്മീഷൻ അടിക്കാനും കൈയിട്ട് വാരാനുമുള്ള ഒരു സുവർണാവസരമാണ് സതീശൻ സ്വപ്നം കാണുന്നത്. പൂക്കിച്ചിരിയിലൂടെ അയാൾ കേരളത്തെ മുഴുവൻ പറ്റിക്കുകയാണ്. പക്ഷെ മേനോന്റെ മോന്റെ പൂക്കിച്ചിരി കണ്ട് നിർവൃതി അടയുന്ന മലയാളികൾക്ക് ഇത്രയും മതി. ഈ ജനത മേനോന്റെ മോനെ പോലൊരാളെ മാത്രമേ അർഹിക്കുന്നുള്ളൂ. റേണസ്റ്റ് പോൾ എന്ന വ്യക്തിയുടേതാണ് ഈ പോസ്റ്റ്. ജനക്ഷേമ പദ്ധതികൾ ഒന്നൊന്നായി പൂട്ടിക്കെട്ടി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ പുതിയ വികസന നാടകങ്ങളുമായി VD സതീശൻ വരുമ്പോൾ ലക്ഷ്യമിടുന്നത് കോടികളുടെ പുതിയ കമ്മീഷൻ ഇടപാടുകളും കൈയിട്ടുവാരലുമാണ്. പുച്ഛം നിറഞ്ഞ ചിരിക്ക് പിന്നിൽ കേരളത്തെ അപ്പാടെ വിറ്റുതുളയ്ക്കാനുള്ള ഒരു കോർപ്പറേറ്റ് ദല്ലാളിന്റെ തന്ത്രങ്ങളാണുള്ളതെന്ന് മലയാളികൾ വൈകിയെങ്കിലും തിരിച്ചറിയും. ജനങ്ങളെ പട്ടിണിക്കിട്ടും പാർപ്പിടമില്ലാതാക്കിയും സതീശനും കൂട്ടരും നടത്തുന്ന ഈ കമ്മീഷൻ വേട്ടയ്ക്ക് വലതുപക്ഷ മാധ്യമങ്ങളും അണികളും കൈയടിക്കുന്നുണ്ടാകാം. എന്നാൽ വികസന മുരടിപ്പിലേക്ക് കേരളത്തെ തള്ളിവിടുന്ന ഈ നയങ്ങൾക്കെതിരെ ജനകീയ പ്രതിരോധത്തിന്റെ വൻമതിൽ ഉയരുമെന്നതിൽ തർക്കമില്ല. ഈ കപട നാടകങ്ങളെയും കമ്മീഷൻ കൊതിയെയും ജനങ്ങൾ പൊളിച്ചെടുക്കും. ഈ പോസ്റ്റിന് സോഷ്യൽ മീഡിയയിൽ കിട്ടിയ സ്വീകാര്യത മാത്രം മതി സതീശൻ സർക്കാരിനോടുള്ള ഭരണവിരുദ്ധ വികാരം അളക്കാൻ.